ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. സ്വർഗത്തിൽ ഞാനൊരു അടയാളം കണ്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങളിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. എറണാകുളം ജില്ലയിൽ പുതുവൈപ്പിടവകയിൽ നിന്ന് വരുന്നു. എൻ്റേത് 2ാമത്തെ സാക്ഷ്യമാണ്. എനിക്ക് പരിശുദ്ധ മാതാവ് ഈ കൃപാസന അമ്മയുടെ അൾത്താരയിൽ മുന്നിൽ നിന്ന് ഈ സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ച തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. എൻ്റെ പേര് ജോബ് മാനുവൽ. ഞാൻ മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യുന്നു. ഞാൻ 2020 ഉടമ്പടി എടുക്കുന്നത്. അതെനിക്ക് വിജയിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ 2023 ഞാൻ വന്ന് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. കാരണം ഞാൻ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ജോലി കിട്ടാനായിട്ട്
എനിക്ക് വളരെ പ്രയാസമായിരുന്നു. കാരണം എനിക്കൊരു 5 വർഷത്തെ ഗ്യാപ്പ് വന്നു. അപ്പോൾ എൻ്റെ ഒരു അമ്മച്ചിയുടെ മരണത്തോടനുബന്ധിച്ച് എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ വന്നു. പിന്നെ എനിക്ക് അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് പല കമ്പനികളിൽ പോയാലും അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് പോരേണ്ട വരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എൻ്റെ കുടുംബത്തിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛൻ എൻ്റെ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് സൗദിയിലേക്ക് നല്ലൊരു ജോലി കിട്ടിയത്. സൗദിയിൽ പോയി അത് അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് 2 ട്രിപ്പ്, അത് 10 മാസവും 9 മാസമൊക്കെ ജോലി ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് തിരിച്ച് ഞാൻ സൗദിയിലേക്ക് പോയതിന് ശേഷം എനിക്കൊരു വളരെ ടെസ്റ്റ് സംഭവിച്ചു. ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് ആ ടെസ്റ്റും പിന്നെ ഒരു ടെസ്റ്റുമായിട്ട് മാറി. അത് എനിക്ക് എൻ്റെ കുടുംബത്തിലും വളരെ ഒരു വിശ്വാസത്തിലേക്കും, വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് കഴിഞ്ഞു. അതായത് ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ എനിക്ക് ഒരു തലകറക്കമുണ്ടായി. അങ്ങനെ ഞാൻ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ലോ പ്രഷറാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, കമ്പനിയോട് ഞാൻ ട്രീറ്റ്മെൻറ്റിന് ആവശ്യപ്പെട്ടെങ്കിൽ അവർ അത് ചെയ്തു തന്നില്ല. അവർ പറഞ്ഞു, നീ നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു വരാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ നിർബന്ധം മൂലം ഞാൻ നാട്ടിലേക്ക് പോന്നു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഒരു മാസം എൻ്റെ ഒരു കുടുംബ ഡോക്ടർ വഴിയായിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഞാൻ ഫിസിക്കൽ ഓക്കെ ആയി. ഞാൻ തിരികെ പോകാനായിട്ട് അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കി മെസ്സേജ് അയച്ചു. എന്നാൽ എനിക്ക് മറുപടി ഒന്നും വന്നില്ല. അപ്പോൾ ഞാനത് എൻ്റെ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടു അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, തനിക്ക് 56 വയസ്സായി, ഇനി തന്നെ കമ്പനിക്ക് വേണ്ട എന്ന്. ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ പ്രയാസമുണ്ടാക്കിയൊരു സംഭവമായിരുന്നു. ഞാൻ അങ്ങനെ ഞങ്ങൾ കുടുംബവും വളരെ മാനസികമായിട്ട് വിഷമിച്ചു. കാരണം ഈ അവസാന കാലഘട്ടത്തിലൊരു കച്ചിത്തിരുമ്പെന്ന പോലെ, ഒരു പ്രത്യാശയെന്ന പോലെ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്കൊരു ജോലി കിട്ടി, അത്യാവശ്യം മോശമില്ലാത്ത ശമ്പളത്തിന്. എന്നിട്ട് എനിക്ക് വീണ്ടും എനിക്ക് പോകാൻ കഴിയാത്ത വണ്ണം സംഭവിച്ചിരിക്കുന്നു. അപ്പം ഞാനിവിടെ വന്നു മാതാവിനോട് ചോദിച്ചു, അമ്മേ, ഉടമ്പടി എടുത്തിട്ട് പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? അമ്മ മിണ്ടുന്നില്ല. ഞാനെങ്ങനെ അച്ഛൻ്റെ ടോക്കുകൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കും, ഉടമ്പടി കാരുണ്യ പ്രവൃത്തികൾ പറയുന്ന പോലെ മുടക്കില്ലാണ്ട് ചെയ്യുന്നുണ്ട്. അതിനെനിക്കൊരു മടിയുമില്ല പത്രം കൊടുക്കാനും. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും എൻ്റെ അവസ്ഥക്ക് മാറ്റം വന്നില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തും, ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും. ഞാൻ അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അച്ഛൻ്റെ ടോക്കിൽ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു, 56 വയസ്സ്, 56 എന്നുള്ളൊരക്കം ഉള്ള ചില വ്യക്തികളെ, അതുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളൊരു ടോക്ക് ഞാൻ കേട്ടു. അപ്പോൾ ഞാനത്, എനിക്ക് 56 ഏജായിട്ട് ബന്ധപ്പെട്ടുള്ളതാണല്ലോ. അപ്പം ഞാനാണെന്ന് അങ്ങോട്ട് വിശ്വസിച്ചു. അതിന് ശേഷം ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എനിക്കൊരു വാണ്ടഡ് കണ്ട് ഞാൻ അയച്ചു. അത് ഷാർജ കസ്റ്റംസ് പോർട്ടിലേക്കാണ്. കിട്ടുമെന്ന് വിചാരിച്ചതല്ല, എന്തോ എനിക്ക് തന്നെ അങ്ങനെ തോന്നി വിടണമെന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ എന്നെ കോൾ ചെയ്തു, നിങ്ങളുടെ ബയോഡാറ്റ കണ്ടു, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ സ്കൈപ്പ് ഇൻ്റർവ്യൂ ചെയ്യാം. സ്കൈപ്പ് ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷം
നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ നിങ്ങളെ വിളിക്കാമെന്ന്. ഞാൻ സമ്മതിച്ചു. എന്നാൽ സ്കൈപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ പേടിയാണ്. കാരണം ഇംഗ്ലീഷിന് എനിക്ക് വലിയ പിടുത്തം, അത് ഇംഗ്ലീഷിൽ കുറേ വീക്കാണ് ഞാൻ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവ് വന്നിരുന്ന് ഈ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാക്കി തരണം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അച്ഛൻ പറയുന്നത് പോലെ ഞാനത് പറഞ്ഞുകൊണ്ട് നടന്നു. കാരണം എനിക്കൊരു യോഗ്യതയില്ല. കാരണം മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുകയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഇൻ്റർവ്യൂ ചെയ്ത ആൾ പറഞ്ഞതിനെല്ലാം ഞാൻ മറുപടി കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തന്നെപ്പോലൊരാളെയാണ് ഞങ്ങൾക്ക് ആവശ്യം, ജോലിയുടെ സർട്ടിഫിക്കറ്റ് അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. 1 മാസം വെയിറ്റ് ചെയ്തിട്ടും വന്നില്ല. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, കാരണം തൻ്റെ ഏജ് വിഷയമാണ്, 56 വയസ്സിൽ ഒരു വിഷയമാണ്, അതുകൊണ്ട് താൻ വെയിറ്റ് ചെയ്യ്, വേറെ ആരും വരുന്നില്ലെങ്കിൽ തന്നെ കോൾ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 മാസം വെയിറ്റ് ചെയ്തു, 3 മാസം വരെയും വെയിറ്റ് ചെയ്തു, വിളിച്ചില്ല. ഞാൻ എങ്ങനെ, വീട്ടിലെല്ലാവർക്കും ആകെ ഇടർച്ചയായി. ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂലല്ലോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ മദ്രാസിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത് വഴി വണ്ടി കയറാനായിട്ട് ട്രെയിൻ കയറി അവിടെ ഒരു ജോലി അന്വേഷിക്കാനായിട്ട് പോകാനായിട്ട് ബുക്ക് ചെയ്യാൻ പോകുന്ന നിമിഷത്തിൽ എനിക്ക് ഷാർജ പോർട്ടിൽ നിന്ന് കോള് വരികയാണ്. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പറയണം എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കയറിപ്പോരെന്ന് പറഞ്ഞു. കാരണം ഈ 56-ാമത്തെ വയസ്സിൽ പരിശുദ്ധ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഗവൺമെൻറ് ജോലിക്കായിട്ടാണ് മാതാവ് എന്നെ അനുഗ്രഹിച്ചത്. കാരണം സൗദിയിൽ നിന്ന് ഇത്രയും വിഷയമുണ്ടായി തിരിച്ചു വന്നതും എല്ലാം മാതാവ് ഒരു ടെസ്റ്റിന് വേണ്ടി ഒരുക്കുകയായിരുന്നു, വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരുക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾക്കും വിശ്വാസം വന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച മറ്റു കാര്യങ്ങളെല്ലാം എനിക്ക് ദൈവം നടത്തി തന്നു. എൻ്റെ മകൾക്ക് അവൾ IT മേഖലയിലാണ്. അപ്പോൾ ആദ്യം കിട്ടിയ കമ്പനിയിൽ വളരെ കുറഞ്ഞൊരു ശമ്പളത്തോടെ കിട്ടിയിരുന്നത്. പക്ഷേ അതിനുശേഷം അവൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി, നല്ലൊരു കമ്പനി കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതുപ്രകാരം അവൾക്ക് ഒരു അമേരിക്കൻ കമ്പനിയിൽ നല്ല ജോലി ലഭിക്കുകയും അതുപോലെ അവൾക്ക് വീട്ടിൽ നിന്ന് തന്നെ അത് ചെയ്യാനുള്ള ഒരു ഇത് അവർ നൽകുകയും ചെയ്തു. ഇതിനെല്ലാം ഞാൻ എൻ്റെ ദൈവമായ കർത്താവിന് ഈ സന്നിധാനത്തിൽ ഇന്ന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ അച്ഛൻ, ഇവിടെ കേൾക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ പലതവണ വീണാലും എഴുന്നേക്കും. നീതിമാൻ എത്ര തവണ വീണാലും എഴുന്നേക്കുമെന്ന് വചനം പറയുന്നുണ്ടല്ലോ. അതുപോലെ നമ്മൾ വീണാലും എഴുന്നേക്കണമെങ്കിൽ ഒരു ടിപ്പുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ്റെ ടോക്ക് ഇന്ന് ലോകത്തിൽ തന്നെ അച്ഛന് ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ഉടമ്പടി ഈ ജനങ്ങളിലേക്ക് കൊടുക്കാനായിട്ട്, ഇത് മനസ്സിലാക്കി കൊടുക്കാൻ. കാരണം ഞാനിത് മനസ്സിലാക്കുന്നത്, ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഞാൻ വായിക്കുമ്പോൾ ഉൽപ്പത്തിയെക്കുറിച്ച് പറയാത്ത ഭാഗങ്ങളില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഉടമ്പടി എന്നുള്ളത് ഉടനടി ദൈവം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. ദൈവമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം നമ്മളാണിത് മടിച്ചു നിൽക്കുന്നത്, രക്ഷപ്പെടാൻ തടസ്സം നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നത്, ഞാനിവിടെ ഇല്ല, ഞാൻ ഷാർജയിലേക്ക് പോകുമ്പോൾ
വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോഴും എൻ്റെ ജീവിത പങ്കാളിയും മക്കളും കൂടി ആഴ്ചയിലൊരിക്കൽ ഭക്ഷണം ഉണ്ടാക്കി സിറ്റിയിൽ ആരോരുമില്ലാത്തവർക്ക് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്രം, ഞാനിവിടുന്ന് അറബി പത്രം, തമിഴ്, ഹിന്ദി എന്നീ പത്രങ്ങൾ വാങ്ങി അവിടെ ഷാർജയിൽ പള്ളികളിൽ അവിടെ അവരുടെ കൈകളിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യാനായിട്ടാണെങ്കിലും എന്നെക്കൊണ്ട് കഴിയാവുന്നത് ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ സന്നിധാനത്തിൽ വന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ഈ ഉടമ്പടി പാലിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയും നൽകിയതിന് എൻ്റെ പരിശുദ്ധ കൃപാസന പ്രസാദപരമാ അമ്മയ്ക്കും എൻ്റെ ദൈവകുമാരനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഞാൻ നിർത്തുന്നു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുവാനായി എന്നെ വിളിച്ചു നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശൈലജ. ഇതെൻ്റെ മോൻ അമിത്. ഞങ്ങൾ വരുന്നത് മുംബൈയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് 2024 ജൂൺ 1 തീയതിയാണ്. അതിനുള്ള കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ചേച്ചി എനിക്കൊരു പത്രം തന്നു. ആ പത്രത്തിൽ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ എൻ്റെ പ്രശ്നങ്ങളെല്ലാം അമ്മ മാതാവിലൂടെ എനിക്ക് സാധിച്ചു കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമായി. കാരണം എനിക്ക് കൂടുതൽ അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെ പോകും, പള്ളിയിൽ എങ്ങനെ വരും, അതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അമ്മയോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങി. കുടുംബടിയെക്കുറിച്ചൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ബോംബെക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നും അമ്മയുടെ അടുത്ത് പറയും, അമ്മ എന്നെ വിളിച്ചാൽ ഞാൻ വരും, അല്ലാതെ എനിക്ക് വരാൻ പറ്റില്ല, അമ്മയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്നെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ജൂൺ മാസത്തിൽ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിൽ ഞാൻ എൻ്റെ മോന് ജോലിയെക്കുറിച്ച് വെച്ചിരുന്നു. അത് അമ്മ ആ മാസം തന്നെ എനിക്ക് ജോലി മോന് കൊടുക്കുകയും അത് അത്ര ശമ്പളമുള്ള ജോലി ആയിരുന്നില്ല. അപ്പോൾ ഞാൻ അമ്മയോട് വീണ്ടും പ്രാർത്ഥിച്ചു. 1 മാസത്തിനുള്ളിൽ അമ്മ വീണ്ടും നല്ലൊരു ജോലി കൊടുക്കുകയും ചെയ്തു. അപ്പോഴും എൻ്റെ ആരോഗ്യ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് കോവിഡ് വന്നതിന് ശേഷം ഒരു വൈറൽ ഫീവർ വന്നു. കോവിഡ് അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വൈറൽ ഫീവർ വരികയും അതിൻ്റെ പേരിൽ എനിക്ക് ഒത്തിരി വെയിറ്റ് ലോസ്, ഹെയർ ലോസ്, അതുപോലെ വായിലെ തൊലി പോവുക, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. മുടിയെല്ലാം ഒത്തിരി പോയി. അങ്ങനെ വീടിനുള്ളിൽ അടയ്ക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു. എനിക്ക് പുറത്ത് പോകാനോ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാലല്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് വീടിനുള്ളിൽ തന്നെ ഞാൻ കഴിഞ്ഞു. കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി, ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. അപ്പോൾ അവരൊക്കെ പറയുന്നത് വിറ്റാമിൻ ഡെഫിഷ്യൻസിയാണ്, അല്ലാതെ മറ്റു കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അങ്ങനെ പിന്നെ ഞാൻ രണ്ടാമത് പുതുക്കാനായിട്ട് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ ഡയഗ്നോസിസ് എന്താണെങ്കിലും എനിക്ക് അമ്മ പറഞ്ഞു തരണം. കാരണം എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റണില്ല, അത്ര ടെൻഷനാണ്. ഭക്ഷണം കഴിക്കാൻ കൊതിയാണ്. കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നില്ല. വായിലെ തൊലി പോകുന്നു, ഒത്തിരി ബ്ലഡ് വരുമായിരുന്നു, പല്ലൊക്കെ തേക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നും നാവിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞു, ഇത് ഒരു മകള് നാവിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് മനസ്സിലാവണില്ല എന്ന് അതെൻ്റെ ചേച്ചിയും എൻ്റെ ഹസ്ബൻഡും ഒക്കെ കേൾക്കാനിടയായി. അപ്പോൾ തൊട്ടിട്ട് എനിക്ക് വിശ്വാസമായി അത് എൻ്റെ കാര്യം തന്നെയാണ് അമ്മ പറഞ്ഞതെന്ന്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ള കൊതിയായി. അന്ന് ഞാനിട്ട് മത്സ്യം ചേച്ചി മേടിച്ചിട്ട് വന്നത് ഉണ്ടാക്കി തന്നു, എനിക്ക് കഴിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ നാക്കിലത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 3-4 വർഷക്കാലം ഞാൻ അങ്ങനത്തെ ഒരു ഭക്ഷണമാണ് കഴിച്ചത്. അതിൻ്റെ പേരിൽ എൻ്റെ വെയിറ്റ് വളരെയധികം കുറഞ്ഞു. പിന്നെ എൻ്റെ തുടയിലൊരു അരിമ്പാറ പോലെ വന്നു. പക്ഷേ കേൾക്കുമ്പോൾ ഒരു നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും അത് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോൾ സാക്ഷ്യത്തിലൂടെ ഓരോരുത്തരും പറയേണ്ട ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ മാറുന്നുണ്ടെന്ന് ഞാനും അങ്ങനെ ചെയ്തു. 2-3 ദിവസം കൊണ്ട് അതങ്ങനെ തന്നെ പറഞ്ഞു പോയി. 3-4 വർഷമായിട്ടുള്ളതായിരുന്നു. പിന്നെ 22 വർഷമായിട്ട് എനിക്കൊരു പൈൽസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്യും, അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാറും, കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും വരും, പിന്നെ അങ്ങനെ തന്നെ.
അങ്ങനെ കുറേ വർഷങ്ങൾ പോയി. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ സാക്ഷ്യത്തിലൂടെ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ അത് പെട്ടെന്ന് എങ്ങനെയാണ് മാറിയതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എനിക്കത് ഓർക്കാൻ പോലും പറ്റില്ല. അപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇത് ഈശോയും മാതാവും എനിക്ക് സാധിച്ചു തന്നതാണ്. എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളങ്ങനെ ബോംബെയിലാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നും അങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. എങ്കിലും ഞാൻ അവിടെ അനാഥ മന്ദിരത്തിൽ ഓർഫണേജ് ഉണ്ട്. അവിടെ ഒരു 9 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കൊക്കെ പോയിട്ട് അവിടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും അവർക്ക് സ്നാക്സും അവർക്ക് വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഉടമ്പടി വസ്തുക്കളെല്ലാം അവർക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് മരുന്ന് ഒരു കുട്ടിക്ക് ഒരു മാസത്തേക്കുള്ള ഫുൾ മെഡിസിൻസ് എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അവർക്ക് സഹായിക്കാൻ പറ്റി. പിന്നെ ഹിന്ദി, മറാഠി, മലയാളം, ഇംഗ്ലീഷ് അങ്ങനെയുള്ള പത്രങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് അവിടെ എല്ലായിടത്തുനിന്നും നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റണില്ല. എങ്കിൽ പോലും ഞാൻ പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഓരോ സാക്ഷ്യങ്ങളും ഞാൻ ഓരോ ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ മോൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ടു. അപ്പോൾ അത് പോയോ അത് ക്ലിയർ ആയോ എന്ന് എനിക്ക് അറിയില്ല. അത്ര ടെൻഷനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞാൻ മൊബൈലെടുത്ത് നോക്കി, എങ്ങനെ അറിയും, ആരോടെ ചോദിക്കുക, ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ മൊബൈൽ നോക്കിയപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് എൻ്റെ ഗ്രൂപ്പിൽ ഒരു ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് എൻ്റെ പേര് വന്നിരിക്കണു. അപ്പോൾ അത് ആരാണെന്ന് എനിക്കറിയില്ല. അഡ്മിൻ്റെ നമ്പറിൽ ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു. അത് ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ചേച്ചിയായിരുന്നു, ഒരു ആശ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവരുമായിട്ട് ഞങ്ങളെപ്പോഴും ഗ്രൂപ്പിൽ മെസ്സേജുകൾ അയക്കുകയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരികയും അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ആ ചേച്ചി എനിക്ക് പത്രം ഉണ്ടായിരുന്നില്ല, അവരെനിക്ക് പത്രം അയച്ചു തരികയും ആ പത്രം ഞങ്ങൾ ബോംബെയിൽ തന്നെ ഒരു പള്ളിയിൽ പോയി കൊണ്ടു കൊടുത്തു. അവിടെ കൊണ്ടു കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ സ്റ്റോളുകളിലെല്ലാം ഇവിടുത്തെ എല്ലാ ലാംഗ്വേജിലുള്ള പത്രങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ അത് കൊടുക്കാൻ പറ്റി. പിന്നെ അവിടെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ളൊരു കുട്ടിക്ക് സുഖമില്ലാത്ത അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ എനിക്ക് പൈസ കൊടുത്ത് സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യം ആർക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും എന്നോട് ചോദിച്ചാൽ എനിക്ക് കൊടുക്കാനൊരു മടിയുണ്ടായിരുന്നില്ല. നേരത്തെ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. എനിക്ക് അതെങ്ങനെ കൊടുക്കുക അങ്ങനെയുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ല. ഞാൻ പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഞാൻ പൈസ എന്തെങ്കിലും കയ്യിൽ കരുതിയിട്ടുണ്ടാവും. ഇതെല്ലാം എനിക്ക് ഇങ്ങനെ ആക്കി തന്നത് എൻ്റെ മാതാവ് ഈശോയിലൂടെയാണ്. ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി പറയുന്നു. ഞാൻ ഈ ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഉടമ്പടി തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായാലും ആരൊക്കെ എന്നെ വിട്ടു പോയാലും ഈശോയും മാതാവും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ആ രീതിയിൽ ഞാൻ ജീവിച്ചോളാം. ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ അമ്മേനെ സമർപ്പിച്ച് ഞാൻ ജീവിക്കും. എൻ്റെ ഈശോയിലും മാതാവിലും ഒത്തിരി ഞാൻ സ്നേഹിക്കുന്നുണ്ട്. 1000 നന്ദി.